കേരളത്തിൻ്റെ ക്യാമ്പസുകൾ പ്രതീക്ഷാ നിർഭരമാണ്. എന്തുകൊണ്ടെന്നല്ലേ? ചില വാക്കുകൾ കേൾക്കേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചില കൊട്ടേഷനുമായി ഇലക്ഷൻ സ്റ്റണ്ട് നടത്താൻ ക്യാമ്പസുകൾ കയറിയിറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ ശാഖയായി പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ നൽകുന്ന കൂലി വാങ്ങി ജീവിക്കുന്ന ഒരു പറ്റം മാപ്രകൾ ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ കയറിയിറങ്ങി രാഷ്ട്രീയം ചർച്ചയാക്കുന്നുണ്ട്. കണ്ണ് തള്ളിപ്പോകുന്നതാണ് പല കുട്ടികളുടെയും രാഷ്ട്രീയ ബോധ്യം. ഈ നാട് പ്രതീക്ഷാ നിർഭരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നിക്കണം, ഹിന്ദുക്കൾ എല്ലാവരും ഒന്നിക്കണം, അത്തരത്തിലുള്ള ചർച്ചകളാണ് കൊണ്ടുപോകുന്നത്. RSS ഈ രാജ്യത്ത് നിരന്തരമായി 1925 മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതര മതസ്ഥരായിട്ടുള്ള മനുഷ്യരെ അപരവൽക്കരിക്കുകയും അതിന്റെ കൂടെ ഈ സാധാരണ വിശ്വാസികളായ അമ്പലത്തിൽ പോകുന്ന ഹിന്ദുമത വിശ്വാസികളെ പൊളിറ്റിക്കൽ ഹിന്ദു എന്ന നിലയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളത്. ഈ രാമനെ ഒരു ഐക്കണായി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ 10 മുതൽ 16 നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്നിട്ടുള്ള രാമഭക്തി മൂവ്മെന്റുകളാണ്. അതിനകത്ത് പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയായിരുന്ന തുളസിദാസ് ഏതാണ്ട് ബാബറി മസ്ജിദ് പണിത് 50 വർഷത്തിന് ശേഷം ജീവിച്ച ഒരാളാണ്. അങ്ങനെ ഒരു ക്ഷേത്രം പൊളിച്ച് അവിടെ ഒരു പള്ളി പണിത് 50 വർഷത്തിന് ശേഷം ജനിച്ച് ജീവിച്ച ഒരാള് എഴുതുന്ന കവിതയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ക്ഷേത്രം പൊളിഞ്ഞതിന്റെ തെളിവുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. എവിടെയും ഒരു തെളിവ് കാണില്ല. മാത്രമല്ല അതിനുശേഷം 125 വർഷങ്ങൾക്ക് ശേഷം ശിവജി ഭരിച്ച ഒരു നാടുകൂടിയാണ് ഇത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന ആള് ഔറംഗസീബിനെതിരെ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളും യുദ്ധങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ് ശിവജി. അപ്പോൾ ഔറംഗസീബിന്റെ മുത്തച്ഛന്മാരൊരു ക്ഷേത്രം ഇവിടെ പൊളിച്ച് കളഞ്ഞിട്ട് ഒരു ബാബറി പള്ളി പണിതിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനകത്ത് പ്രതികരിക്കുകയും അതിനെതിരെ എന്തെങ്കിലും ശിലാലിഖിതം ഉണ്ടാക്കുകയും ചെയ്യേണ്ടിയിരുന്നത് ശിവജി ആയിരുന്നു എന്നുള്ളതാണ്. അതും കാണുന്നില്ല. അപ്പൊ ഇത്തരം ഫാക്ടുകളെ ചരിത്രത്തിന് അപ്പുറത്തേക്ക് വായിക്കുക, പ്രതീകാത്മകമായി വായിക്കുക എന്നുള്ളൊരു ധർമ്മം ഇക്കാലത്ത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടില്ലെങ്കിൽ രാമക്ഷേത്രം ഇനിയും മറ്റ് കാശി പോലെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പണിയും എന്നുള്ളതാണ് അതിലൊരു കാര്യം. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ അത് അതിവാദമാണെന്ന് പറഞ്ഞേക്കാം, പക്ഷെ എനിക്ക് കൃത്യമായി തോന്നുന്ന ഒരു കാര്യം, ബാബറി പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിയണം, അത് പൊളിച്ച ഡേറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടാണ് ഇന്നത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അത് 1992 ഡിസംബർ 6 അന്നാണ് അംബേദ്കറിന്റെ ജന്മദിനം എന്നുള്ളത് നമ്മൾ കണ്ടുപോകേണ്ടതാണ്. അപ്പൊ അംബേദ്കറിനെ മറന്നു കളയാൻ ഇന്ത്യയോട് ആഹ്വാനം ചെയ്യുകയാണ് ബാബറി പള്ളി പൊളിച്ചുകൊണ്ട് RSS ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പൊ എടുക്കുന്ന ഏതൊരു നിലപാട് ഇവിടുത്തെ അടിസ്ഥാന ജനതയിലേക്ക് ദളിത് ന്യൂനപക്ഷ സമൂഹത്തിനെതിരെയുള്ളതാണ്. ഇവിടെ മനുസ്മൃതിയെ ഭരണഘടനയ്ക്ക് വേണ്ടി സ്ഥാപിക്കുക, അത് മാത്രമാണ് അവരുടെ അജണ്ട. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ലേ? കേരള കോൺടെക്സ്റ്റിൽ നമുക്ക് എടുത്തു നോക്കാം. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുമായിട്ട് NCERT സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ചരിത്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്കറിയാം ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലത്തെ ചരിത്രത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സംഘപരിവാർ വേറൊരു വ്യാജ ചരിത്രം നിർമ്മിക്കുന്ന സമയത്ത് എത്ര വിദ്യാർത്ഥി സംഘടനകൾ അതിനെതിരെ വന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, SFI എന്ന് പറയുന്ന കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമല്ലാതെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു ക്യാമ്പസിനകത്ത് ഒരു മുദ്രാവാക്യം മുഴക്കാനോ ഒരു പോസ്റ്റർ ഒട്ടിക്കാനോ ഒരു പ്രതിഷേധ യോഗം ചേരാനോ ഇവിടെ സാധിച്ചിട്ടില്ല. ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടാവും, ആ വിഷയത്തിന്റെ മറയിൽ പലതും ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇത്തരം കുതന്ത്രങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ പ്രതിപക്ഷം അടക്കം? അംഗൻവാടികളിൽ അതായത് കുട്ടികളെ കൊണ്ട് ഭൂമി വന്ദിപ്പിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്, ഭൂമി വന്ദൻ എന്ന് പറഞ്ഞിട്ട്. ഇത്തരത്തിൽ ബാലവാടിയിൽ പഠിക്കുന്ന അംഗൻവാടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ഇതിന്റെ ഭാഗമാക്കുന്ന പദ്ധതികൾ വരുന്ന സമയത്ത് നിങ്ങൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുക. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ എഴുതുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ചരിത്രത്തെക്കുറിച്ച് എത്രമാത്രം ആഴമേറിയ അറിവ് അവർക്കുണ്ടെന്ന് ഈ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. ചരിത്രബോധമുള്ള ഈ കുട്ടികളെയാണ് പുതിയ കാലഘട്ടത്തിൽ ക്യാമ്പസുകളെ ഹൈജാക്ക് ചെയ്യാൻ ഗവർണറെ ഉപയോഗിച്ച് സംഘപരിവാർ നീക്കം നടത്തുന്നത്. സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ പിൻവാതിലൂടെ നിയമിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇത്തരം ചരിത്രബോധങ്ങൾ കുട്ടികളിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് കഴിയില്ല. ഈ നാട്ടിലെ ക്യാമ്പസുകളിൽ SFI പോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ കുട്ടികളുടെ ഉള്ളിലേക്ക് ചരിത്രത്തെക്കുറിച്ച് ഏത് രീതിയിലാണ് ബോധ്യങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ഈ വാക്കുകൾ തുറന്നു കാട്ടുന്നുണ്ട്. കുട്ടികളിലെ രാഷ്ട്രീയ ബോധ്യം തന്നെയാണ് ഈ നാട്ടിൽ സംഘപരിവാറിന് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കില്ല എന്ന പ്രതീക്ഷ കൂടുതൽ ദൃഢമാക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് സംഘപരിവാറുകാർ ഇനിയിപ്പോൾ ഈ നാട്ടിൽ താമര വിരിയിക്കുന്ന ചെളിക്കൊണ്ടുണ്ടാക്കാമെന്നാണ് പ്രതീക്ഷയെങ്കിൽ പുതിയ കാലത്തെ ഈ കുട്ടികൾ ഈ നാട്ടിലുള്ളിടത്തോളം നിങ്ങൾക്കൊന്നും ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ലെന്നേ. ഇപ്പോൾ കിട്ടിയ ആനമുട്ടയെക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട കുറച്ചുകൂടി വിസ്തീർണമുള്ള വലിയൊരു ആനമുട്ട മാത്രമേ കിട്ടത്തുള്ളൂ. കാര്യം ആ രീതിയിലാണ് ആ കുട്ടികൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും നിങ്ങളെ വിലയിരുത്തുന്നതും. ഏതാനും കുറച്ച് പേരെ കൊണ്ടു കടന്ന് ഓൺലൈനിലൂടെ
എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ചു പറയിച്ചാൽ അതാണ് കേരളമെന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിലാണ് സംഘപരിവാർ ചാനലായ ഏഷ്യാനെറ്റിലൂടെ തന്നെ കുട്ടികളുടെ വ്യക്തവും കൃത്യവും ഒപ്പം ഇന്നിൻ്റെ ആവശ്യമായ രാഷ്ട്രീയങ്ങൾ പുറത്തേക്ക് വരുന്നത്. അവർ പ്രതീക്ഷാ നിർഭരം തന്നെയാണ്.